मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं മക്കളെ പരീക്ഷയ്ക്ക് എന്റെ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് നല്ല ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കണം. എന്റെ എല്ലാ മക്കളും റെഡി അല്ലേ? യെസ് ബച്ചോ ദേഖിയേ യെസ് ഇക്കായി ചാർ നാലാമത്തെ പാഠഭാഗം വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ആശയം മനസ്സിലാക്കണം. അതാണ് മാഷി വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബച്ചോ നമുക്ക് നോക്കാം. നന്ന ഉല്ലു കഹാനി. നന്ന ഉല്ലു എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കഹാനിയുണ്ട് നമുക്ക് ഈ നാലാമത്തെ യൂണിറ്റിൽ. അതേപോലെ ബബുവ ഓർ ബൂഡ എന്നുള്ള ഒരു കവിതയുമുണ്ട്. ല്ലേ? ക്ലിയർ അല്ലേ? യെസ് നമുക്ക് നോക്കാം. ഈ സിഖായി में नन्ना उल्लू नामक की एक कहानी और बबुआ और बूढ़ा नामक की एक कविता है. യെസ് ക്ലിയർ ആണല്ലോ. അപ്പൊ നാലാമത്തെ യൂണിറ്റിൽ രണ്ട് പാഠഭാഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ഒന്ന് നന്ന ഉല്ലു എന്നുള്ളതാണ്, അതേപോലെ ബബുവ ഓർ ബൂഡ എന്നുള്ളതാണ്. ഇത് നമുക്ക് ക്ലിയർ ആയല്ലോ. നമ്മുടെ നാലാമത്തെ യൂണിറ്റിലെ രണ്ട് പാഠഭാഗം നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഇത് എന്താണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയാലോ? യെസ് ബച്ചോ നോക്കൂ. നന്ന ഉല്ലു. നന്ന ഉല്ലു എന്താണ്? ഈ ഒരു കവിതയാണ്. നന്ന ഉല്ലു മാം ബച്ചെ കെ ആപ്പസി പ്രേം കി കഹാനി ഹേ. യെസ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള പ്രേം കി കഹാനി ഹേ, സ്നേഹത്തിന്റെ കഥയാണ്. നമുക്ക് നമ്മുടെ ഉമ്മയോട് വളരെയധികം സ്നേഹമായിരിക്കും. അത് എന്ത് ചെയ്താൽ മതി? എന്റെ മക്കളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നന്ന ഉല്ലു എന്നുള്ളത് അമ്മയുടെയും കുഞ്ഞും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു കഥയാണ്. യെസ് ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തിന്റെ കഥയാണ് നമുക്ക് മനസ്സിലായി? അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണ്. എന്നിട്ടോ യഹി ഏക് നന്ന ഉല്ലു ഓർ ഉസ്കി മാം കി കഹാനി ഹേ. യെസ്, ഇതെന്താണ്? നന്ന ഇതൊരു കുഞ്ഞു മൂങ്ങയുടെയും, നന്ന ഉല്ലു അതാണ് കുഞ്ഞു മൂങ്ങയുടെയും, ഓർ ഉസ്കി മാം കി കഹാനി പിന്നെന്താണ്? അവന്റെ അമ്മയുടെയും കഥയാണ്. എന്നിട്ടോ ജബ് 2 സാൽ കാ ഹോ ഗയാ, എന്താണ്? അവന് 2 വയസ്സായി. ആർക്ക്? നന്ന ഉല്ലുവിന്. കുഞ്ഞിന് 2 വയസ്സായി. നന്ന ഉല്ലുവിന് എത്ര വയസ്സായിട്ടുണ്ട്? 2 സാൽ കാ ഹോ ഗയാ, 2 വയസ്സ് പൂർത്തിയായില്ലേ? 2 വയസ്സായപ്പോൾ മുതൽ. ഇനി നോക്കാം. തബ് സേ നന്നെ ഉല്ലുനെ അപ്പനി അമ്മ സേ സവാൽ പൂച്ച്ന ശുരു കിയ. 2 വയസ്സായത് മുതൽ എന്ത് ചെയ്യാണ്? തബ് അപ്പോൾ മുതൽ. ഏത് മുതൽ? 2 വയസ്സായത് മുതൽ നന്നെ ഉല്ലുനെ അപ്പനി, നന്നെ ഉല്ലു ചെറിയ മൂങ്ങ, അപ്പിനി തന്റെ അമ്മാസെ സവാൽ പൂച്ച്താ ശുരൂകയാ, ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അല്ലെ? 2 വയസ്സായപ്പോഴേക്കും എന്ത് ചെയ്തു? ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്റെ മക്കൾക്ക് സംശയം ഉണ്ടാകാറുണ്ടോ? യെസ്, പാഠഭാഗത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകനോട് ചോദിക്കാം, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനോട് ചോദിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ 2ാമത്തെ വയസ്സിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നോ? അത് നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചു നോക്കണം. യെസ് ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്? നന്ന ഉല്ലു 2 വയസ്സായത് മുതൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു കഥ മാഷ് എടുത്തത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നോ? യെസ്, അങ്ങനെ ഒരുപാട് ആകാശം എത്ര ഉയരത്തിലാണ് അല്ലെ? ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു കഥയുടെ ആശയം സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? യെസ് യെസ് യെസ്, അതാണ് ഈ നന്ന ഉല്ലു എന്നുള്ള കഥയുടെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇനി പരീക്ഷയ്ക്ക് നന്ന ഉല്ലു എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദ്യം വന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായല്ലോ. യെസ്, അതാണ് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഇനി അടുത്ത പാഠം ഇനി ബബുവ ഓർ ബൂഡ. യെസ്, ബബുവ ഓർ ബൂഡ എന്നുള്ള മനോഹരമായിട്ടുള്ള എന്തുണ്ടായിരുന്നു? ഒരു കഹാനിയല്ല, എന്താണ് ഉണ്ടായത്? യെസ്, ഒരു കവിതയുണ്ടായിരുന്നു. ബബുവ ഓർ ബൂഡ എന്നുള്ള ഒരു കവിതയുണ്ടായിരുന്നു. യെസ്, എന്താണ് നമുക്ക് നോക്കാം. ആജ് ബച്ചോം ഓർ ബൂഡേ को परिवार से उचित देखभाल या സ്വീകൃതി നഹി മിൽത്തി ഹേ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾക്കും അതേപോലെ പ്രായമായവർക്കും കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? അർഹമായ പരിവാർ എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബത്തിൽ നിന്നും അർഹമായ എന്ത് ലഭിക്കുന്നില്ല? സ്നേഹം ലഭിക്കുന്നില്ല. അതേപോലെ എന്ത് കിട്ടുന്നില്ല? സംരക്ഷണം ലഭിക്കുന്നില്ല. എന്നിട്ടോ ഇസ് वास्तविकता के बारे में शेल सिल्वरस्टाइन की कविता है बबुआ और बूढ़ा. യെസ്, സംരക്ഷണമോ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ യാഥാർത്ഥ്യ കാര്യത്തെ കുറിച്ച് നമ്മുടെ ഷേൽ സിൽവർസ്റ്റർ എന്ന കവിയാണ് ബബുവ ഓർ ബൂഢ എന്നുള്ള ഈ ഒരു ആകർഷകമായ കവിത നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. എന്നിട്ടോ ഷേൽ സിൽവർസ്റ്റർ
സിൽവർസ്റ്റൈൻ की यह कविता बचपन और बूढ़ापे की समझदारिയെ बताती है. യെസ്, എന്താണ് മക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ൽ സിൽവർസ്റ്റൈന്റെ ഈ കവിത ബാല്യവും വാർദ്ധക്യവും തമ്മിലുള്ള സമാനതകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മോട് പറയുന്നത്. യഹ് കവിത പ്രേം ദേഖ് രേഖ് മൻസൂരി ജൈസി മാനവീയ ആവശ്യകതാओं की और हमारे ध्यान आकर्षित करता है. യെസ്, എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഈ കവിത കുടുംബത്തിൽ നിന്നും അല്ലെ, കുടുംബത്തിൽ നിന്നും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിൽ നിന്നും എന്താണ്, കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹം അല്ലെ, കുടുംബത്തിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹം, അതേപോലെ സംരക്ഷണം, വിശ്വാസം തുടങ്ങിയ മാനുഷിക ആവശ്യങ്ങളും പരിഗണനയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ലഭിക്കുന്നില്ല. ആർക്കാ ലഭിക്കാത്തത്, ആർക്കാ ലഭിക്കാത്തത്? യെസ്, ബാല്യത്തിലുള്ള ആളുകൾക്കും അതേപോലെ വാർദ്ധക്യത്തിലുള്ള നമ്മുടെ ആ കഥാപാത്രങ്ങളായ ബബുവ ഓർ ബൂഡ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഷെയ്ൽ സിൽവർസ്റ്റൈൻ നമ്മോട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മോട് പറയുന്നത്. യെസ്, ആ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കവിതയുടെ ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, ക്ലിയർ അല്ല മക്കളെ? അങ്ങനെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. യെസ്, അപ്പൊ നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്ത് പഠിച്ചു? നന്നാ ഉല്ലുവിന്റെ കഹാനി പഠിച്ചു. ബബുവ ഓർ ബൂഡ ഷെയ്ൽ സിൽവർസ്റ്റൈന്റെ കവിതയും നമ്മൾ എന്ത് ചെയ്തു, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. യെസ്, ഇതെന്ത് ചെയ്യുക, ഈ ഒരു സംഭവം എന്റെ മക്കൾ മനസ്സിൽ സ്റ്റോർ ചെയ്തു പോവുക. നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ തീർച്ചയായും ഉപകാരപ്പെടും. क्लियर अल्ले मकला? क्लियर अल्ले? यस, अच्छा बच्चों, अगला वीडियो में हम फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.